ഹായ് വ്യൂവേഴ്സ്, കരിയർ പാത്ത് വിത്ത് അപരയിലേക്ക് സ്വാഗതം. പുതിയ ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസ് അറിയാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുവോളജി ഫീൽഡിൽ ഉള്ളൊരു ജോബാണ് കേട്ടോ. ZSI സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഒരു പ്രൊജക്റ്റ് അസോസിയേറ്റ് റിലേറ്റഡ് നോട്ടിഫിക്കേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെസ്റ്റ് ബംഗാളിലുള്ള സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോഴത്തെ പ്രൊജക്റ്റിന് ആളുകളെ വിളിച്ചിരിക്കുന്നത്. സയൻറ്റിസ്റ്റുകളുടെ പോസ്റ്റുകളെല്ലാം തന്നെ ഒഴിവുകളുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ഉണ്ട്. പ്രൊജക്റ്റ് 1, ലോങ് ടേം മോണിറ്ററിംഗ് ഓഫ് കീ റിവറൈൻ സ്പീഷീസ് ഇൻ പ്രയാഗ്രാജ് ഫോർ കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ ഉത്തർപ്രദേശിലാണ് ഫസ്റ്റ് പ്രൊജക്റ്റ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. Candidates are requested to submit duly completed applications as per prescribed format. താഴെ നമുക്ക് ഫോർമാറ്റ് തന്നിട്ടുണ്ട്. Accompanied by attested copies of educational certificates, research experience documentation, proof of DOB and copies of all examination mark sheets. Currently employed ആണെങ്കിൽ no objection certificate is required. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഹാർഡ് കോപ്പി സ്പീഡ് പോസ്റ്റ് വഴി തന്നിരിക്കുന്ന അഡ്രസ്സിൽ പോസ്റ്റ് ടു ദി ഡയറക്ടർ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, M ബ്ലോക്ക്, ന്യൂ അലിപോർ, കൊൽക്കത്തയിലേക്ക് നമ്മൾ അയക്കേണ്ടതായിട്ടുണ്ട്. ബിഫോർ 15/12/2024 ഇസ് ഇമ്പോർട്ടൻറ്റ്. ഡിസംബർ 15 മുൻപ് ഇതെവിടെ എത്തിയിരിക്കണം? ZSI ഓഫീസിൽ എത്തിയിരിക്കണം. സോ പെട്ടെന്ന് തന്നെ ക്വാളിഫിക്കേഷൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിതിന് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഗൂഗിൾ ഫോം വഴി ഒരു അഡ്വാൻസ്ഡ് കോപ്പിയും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് മിസ് ചെയ്യേണ്ട. പ്ലേസ് ഓഫ് വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഒന്ന് നല്ലപോലെ വായിച്ചു നോക്കിക്കോളൂ. ഓക്കെ. ബിലീഫ് അബൌട്ട് ദ പ്രോജക്റ്റ്. Project addresses growing ecological challenges posed by urbanization and infrastructure development, especially focusing on the construction of a 4-lane inner ring road around Prayagraj, UP. So developmental related ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. റോഡ് ലൈൻ വെക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്നുള്ള കാര്യങ്ങളിലായിരിക്കും സ്റ്റഡി നടക്കുന്നുണ്ടാവുക. ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിക്കോളും. പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇൻ്റർവ്യൂ ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ട് നടക്കാം. ZSIയിലാവും. ആപ്ലിക്കൻറ്റ് മസ്റ്റ് ഇൻഡിക്കേറ്റ് ദെയർ പ്രിഫേർഡ് ഇൻ്റർവ്യൂ മോഡ്. ഓൺലൈൻ ആണോ ഇൻ പേഴ്സൺ ആണോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ ഫോം വഴി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനും മറക്കരുത് ബിഫോർ ദി ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ. സ്ക്രീനിങ്ങും ഉണ്ടാകും. ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിനെ ആകും ഇൻ്റർവ്യൂവിന് വിളിക്കുക. ദർ വോണ്ട് ബി എനി സോർട്ട് ഓഫ് എക്സാംസ് ഓർ എനിത്തിങ്. പ്യുവർലി ബേസ്ഡ് ഓൺ യുവർ മെറിറ്റ് ആൻഡ് ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി പോസ്റ്റഡ് എനിവെയർ ആസ് പെർ പ്രൊജക്ട് റിക്വയർമെൻറ്റ് ആൻഡ് മസ്റ്റ് ജോയിൻ വിതിൻ 2 weeks ഓഫ് സെലക്ഷൻ. സെലക്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ആഴ്ച സമയമുണ്ട്. അതിനുള്ളിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോം സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. സെയിം ലിങ്ക് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് താഴെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ദെയർ. സ്പീഡ് പോസ്റ്റിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോൺട്രാക്ച്വൽ ബേസിസിലായിരിക്കും, ശ്രദ്ധിക്കണം. നോട്ട് എ പെർമനൻറ്റ് ജോബ് ആൻഡ് ലൈക്ലി എക്സ്റ്റെൻഡ് ബേസ്ഡ് ഓൺ പ്രൊജക്ട് കാൻഡിഡേറ്റ് പെർഫോമൻസ് അപ് ടു 3 years. 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം. TADA കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. മൂവിങ് ഓൺ. ക്വാളിഫിക്കേഷൻ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് എത്തി. ക്വാളിഫിക്കേഷൻ. പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് 3 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു പൊസിഷനാണ് ഉള്ളത്. 78,000 സാലറി വരിക. PhD ഇൻ സുവോളജി, ഇക്വാലൻറ്റ് ഡിഗ്രിയും കാര്യങ്ങളും. 7 years ഓഫ് റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ ദ ഡൊമെയിൻ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ബാക്കി കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഏജ് വരുന്നത് 45. ദെൻ സീനിയർ പ്രൊജക്റ്റ് അസോസിയേറ്റ്സ് ഉണ്ട്. 42,000 will be your salary. Master's degree with 4 years of research experience in the domain. 40 years is the maximum age limit. ജൂനിയർ പ്രോജക്റ്റ് ഫെലോ 24,000 ആണ്. 2 പൊസിഷൻസ് അവൈലബിൾ ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി മതി.
എക്സ്പീരിയൻസ് വേണ്ട. മാസ്റ്റേഴ്സ് ഡിഗ്രി, സുവോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ യു ക്യാൻ ഫിൽ അപ്പ്. 28 ഇയേഴ്സാണ് മാക്സിമം ഏജ് വരുന്നത്. പ്രയർ എക്സ്പീരിയൻസ് ഇൻ ഫീൽഡ് സർവേ ആൻഡ് ഡാറ്റ കളക്ഷൻ ഓഫ് അക്വാട്ടിക് ഇക്കോസിസ്റ്റം, ബേർഡ്സ് ആൻഡ് ഫെമിലിയർ വിത്ത് കൺസർവേഷൻ ബയോളജി. MS ഓഫീസ് പ്രൊഫഷ്യൻസി ആവശ്യമാണ്. ബേസിക് നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. പ്രൊജക്റ്റ് ബയോളജിസ്റ്റ് 45,000 ആണ് കൺസോളിഡേറ്റഡ് പേ വരുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഈസ് എസെൻഷ്യൽ. 5 years ഓഫ് റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ ദ ഡൊമെയിൻ. 5 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 3 പബ്ലിക്കേഷൻ. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 21,000 ആണ് സാലറി വരിക. ഒരു വേക്കൻസി ആണുള്ളത്. ബാച്ചിലേഴ്സ് ഡിഗ്രി മതി. എക്സ്പീരിയൻസ് ആൻഡ് പ്രൊഫഷ്യൻസി ഇൻ MS ഓഫീസ്, ഡാറ്റ എൻട്രി ആൻഡ് കോർഡിനേറ്റ് വിത്ത് റിസർച്ചേഴ്സ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ പ്രോജക്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആഡ് ചെയ്യണം. നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നു. പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ ലാസ്റ്റ് ചെയ്യുന്ന ജോബ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് അല്ലെങ്കിൽ ചെയ്തിരുന്ന ജോബിൽ നിന്ന് ബാക്കോട്ട് എഴുതുക. പ്രസൻറ്റ് പേ സ്കെയിലും കാര്യങ്ങളും. ടൈറ്റിൽ ഓഫ് ഡിസേർട്ടേഷൻ, തീസിസ് ഇൻക്ലൂഡിങ് എ 1-page സമ്മറി. നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെയും PhD തീസിസിൻ്റെയും 1-page സമ്മറി അറ്റാച്ച് ചെയ്യുക. സെപ്പറേറ്റ് ഷീറ്റായിട്ട് അറ്റാച്ച് ചെയ്യണം. പബ്ലിക്കേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഡിക്ലറേഷൻ. ഇതാണ് എന്ത് വരുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഈ ഒരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ലീവ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് എത്രയും വേഗം തന്നെ അയച്ചോളൂ. ഓക്കെ, ദെൻ ഗൂഗിൾ ഫോമിൽ, നോട്ടിഫിക്കേഷനിലുള്ള ഗൂഗിൾ ഫോമിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ സീ യു ഓൺ അനദർ വീഡിയോ. ബൈ ബൈ.